കൊണ്ടോട്ടി സംവാദത്തിൽ ഇവർ തോറ്റത് കണ്ടോളി എന്നാ പറഞ്ഞിട്ടുള്ളത്. കൊണ്ടോട്ടി സംവാദത്തിൽ ഇവർ തോറ്റത് കണ്ടോളി എന്നിട്ട് എന്താ ബഹുമാന്യനായ അബ്ദുസലാം സുല്ലമി വായിച്ചിടത്തൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അതേ രീതിയിൽ പറഞ്ഞിടത്ത് അബ്ദുൽ ലത്തീഫ് കരിമ്പുലാക്കലിനും ചെറിയ തെറ്റുപറ്റി. ഈ തെറ്റുപറ്റിയത് എടുത്തിട്ട് ആഘോഷിക്കുകയാണ് കെ കെ സക്കരിയ. സുന്നികൾ പറയുന്നത് കേട്ടിട്ട് ആ പ്രസംഗം കേൾപ്പിച്ചു കൊടുക്കും. മണ്ഡനങ്ങളും വാദപ്രതിവാദങ്ങളും സമുദായ ഐക്യത്തിനെതിരാണെന്ന് പറഞ്ഞവർ ചിലപ്പോഴൊക്കെ വല്ലതിനും പോയി കുടുങ്ങിയിട്ട് മാനം കെടുകയും ചെയ്യും. ഇത് ഈ അടുത്ത് ഇവർ കൊണ്ടോട്ടിയിൽ വെച്ച് കരിമ്പുലാക്കലും ഈ അബ്ദുസലാസിന്റെ കൂടി ഒരു മരുന്നച്ചവടക്കാരനായിട്ട് വാദപ്രതിവാദം നടത്തി. സാക്ഷാൽ സുല്ലമി തെറ്റിക്കണമെന്ന് പറഞ്ഞു കൊടുക്കും. നമുക്ക് അവസാനിപ്പിക്കണോ? നമ്മളൊക്കെ പള്ളി നടക്കല്ലേ? പറഞ്ഞപ്പോ തന്നെ പറഞ്ഞത് ഞങ്ങള് നിങ്ങളെ പോലത്തെ ആളുകൾ, നിങ്ങൾ വലിയ വലിയ നേതാക്കന്മാരാണ്, ഒരു കുട്ടിന്റെ അടുത്ത് തെറ്റ് പറ്റിയെന്ന് മൂപ്പർ പറഞ്ഞു, സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ എന്തല്ല കേരളത്തിൽ മറുപക്ഷം പോലും സമ്മതിക്കുന്ന ഹദീസ് പണ്ഡിതന്മാരല്ല. പക്ഷേ എതിരാളികൾ പോലും അംഗീകരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതൻ, ആ ഹദീസ് പണ്ഡിതൻ ഇവിടുന്ന് ഖുർആൻ ഓതി ഇസ്തിഹാസ ശിർക്കാക്കാൻ വേണ്ടി ഇതാ മസ്സൻ നാസു എന്നോതി കേസത്തില്ലേ? വൈദാ മസ്സൻ നാസു ദുറുദ ഔ റബ്ബഹു മുനീബിന ഇലൈഹി വൈദാ മസ്സൻ നാസു ദുറുദ ഔ റബ്ബഹു മുനീബിന ഇലൈഹി. ഇതാ മസ്സൻ നാസു കേട്ടില്ലേ? ആ കേസത്ത് കേട്ടോ നിങ്ങൾ? മസ്സൻ നാസു മഫൂലല്ലേ? അപ്പൊ മൂപ്പർ ആയിരം മപ്പൂലും തിരിയാൻ ഞാൻ കുട്ടികൾ വിടുവോ? അപ്പൊ എന്താ വസ്തുത? കൊണ്ടോട്ടി സംവാദത്തിൽ ഇവരാകെ മുട്ടുമടക്കി എന്നാ ഞങ്ങൾ സംവാദം നടത്തിയിട്ട് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നാൽ ഈ പ്രസംഗത്തിൽ പോലും ആയത്തോടുന്നിടത്ത് കെ കെ സക്കരിയ സ്വലായിട്ട് തെറ്റിയിട്ടുണ്ട്. നിഷേധിക്കാൻ പറ്റുമോ കെ കെ സക്കരിയക്ക്? അഫതത്തഖിദൂനഹു വദുരിയതഹു എന്ന് പറയുന്നിടത്ത് അഫതത്തഖിദൂനി എന്ന് കെ കെ സക്കരിയ ഓതിയിട്ടുണ്ട്. നിഷേധിക്കാൻ പറ്റുമോ കെ കെ സക്കരിയക്ക്? ആ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കും. കണ്ടോ? അപ്പൊ തത്തഖിദൂനി വദുരിയതഹു ഔലിയാ, അവിടെ സഹായികളുടെ അർത്ഥം പറഞ്ഞു. ആ അർത്ഥം പഠിയും വെച്ചോളി. നിങ്ങൾ കെ കെ സക്കരിയ എന്താ ഓതിയത്? അഫതത്തഖിദൂനി. കണ്ടോ? അപ്പൊ തത്തഖിദൂനി വദുരിയതഹു ഔലിയാ തെറ്റിയിട്ടില്ല.